കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സഖ്യം ആയിക്കൂടാ ഇന്നല്ലെങ്കിൽ ഭാവി? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സമൂഹത്തിലൊരു മൈത്രിയും എല്ലാം നിതാന്തം നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും അങ്ങനൊരു സഖ്യം വന്നാൽ. ഇത് നാഗ്പൂരിൽ നമുക്ക് അങ്ങനെ ഒരു മാതൃകയുണ്ട്. നാഗ്പൂർ മോഡലാ അങ്ങനെ ഒരു എന്താണ് മാതൃക? എന്താ അതെന്താന്ന് വെച്ചാൽ 2012 നാഗ്പൂരിൽ കോർപ്പറേഷൻ ഭരിച്ചത് മുസ്ലിം ലീഗും ബി ജെ പി ഒരു മുന്നണിയായിട്ടാണ്. ഈ 2012 അത് നാഗ്പൂര് എന്ന് പറഞ്ഞാൽ RSSന്റെ ആസ്ഥാനത്ത് നിതിൻ ഗഡ്കരിയും ഫഡ്നാവിസും ഒക്കെ മുൻകൈ എടുത്തുണ്ടാക്കിയ സഖ്യമാണ് മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ. അവിടെ കോർപ്പറേഷനിൽ ഒന്നിച്ചാ ഭരിച്ചത്. ബി ജെ പിക്ക് അവിടെ സ്വാധീന മണ്ഡലങ്ങളുണ്ട്. നാഗ്പൂരാണ് RSSന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ, നിയമസഭാ മണ്ഡലങ്ങളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ബി ജെ പിക്ക് ഗഡ്കരിയൊക്കെ മുന്നിട്ട് നിന്ന് അവര് ബി ജെ പി ജയിപ്പിക്കാറുണ്ട് അവിടെ. മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങൾ പൊതുവെ ഗഡ്കരിക്ക് അനുകൂലമാണ്. അപ്പൊ അതുകൊണ്ട് 2012 എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. 62 സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത്. 73 സീറ്റ് വേണം. അപ്പോ 2 അംഗങ്ങൾ ആണ് മുസ്ലിം ലീഗിന് അവിടെ ഉള്ളത്. അപ്പൊ ആ 2 അംഗങ്ങൾ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തു. 5 വർഷം ഭരിച്ചു. അവർക്ക് പ്രത്യേക സ്ഥാനങ്ങളും. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആയിരിക്കുമല്ലോ സ്വാഭാവികം. കോൺഗ്രസിന് 44 സീറ്റായിരുന്നു. 44 സീറ്റ്. എന്നിട്ട് പോലും ലീഗ് ബി ജെ പി പിന്തുണച്ചു. അതെ, ലീഗിന്റെ കൗൺസിലർമാര് ഇഷ്റത്ത് അൻസാരി, അസ്ലം ഖാൻ, ഈ 2 കൗൺസിലർമാരും 5 കൊല്ലം ബി ജെ പിയുടെ കൂടെയായിരുന്നു. അത് മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം അറിഞ്ഞു തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരളത്തിൻ്റെയൊക്കെ പുറത്ത് അപൂർവമായി സംഭവിച്ച ഒരു മഹാസഖ്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇവിടെ പണ്ട് കോലീബിയൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. പറയാറുണ്ട്. ഇതാരും പറയാറില്ല. ഇവിടെ ഇപ്പൊ കെ എൻ ഖാദറിന്റെ കാര്യമൊക്കെ പറയാറില്ലേ? അദ്ദേഹം വിചാര കേന്ദ്രത്തിന്റെ മീറ്റിങ്ങിന് പോവും, തപസ്യയുടെ മീറ്റിങ്ങിന് പോവും. ഗുരുവായൂരാണെങ്കിൽ അദ്ദേഹത്തിനെതിരായ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പറ്റിയില്ല. നാമനിർദ്ദേശക പത്രികയിൽ തന്നെ കുഴപ്പം വന്നു. അങ്ങനെ ജയിക്കേണ്ടത് ഖാദറാണെന്ന് സുരേഷ് ഗോപി പറയുകയൊക്കെ ചെയ്തില്ലേ? അപ്പൊ PV രാജേഷിന് ഒരിക്കൽ ഹൈദരലി ശിഹാബ് തങ്ങൾ നാരങ്ങ നീര് കൊടുത്തില്ലേ? ഏതോ ഒരു നിരാഹാര സത്യാഗ്രഹത്തിന്റെ. ഇതൊക്കെ ആളുകൾ മറന്നുപോയോ? ഇവിടെയും ഉണ്ട് ചില അന്തർധാരകൾ എന്ന് ഞാൻ പറയുകയാണ്. പലപ്പോഴും അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നാഗ്പൂരില് ബി ജെ പി 2012 സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി, ഏറ്റവും വലിയ കക്ഷി ആയി. 62 സീറ്റ്, ആകെ സീറ്റ് 145. അപ്പോൾ ഭൂരിപക്ഷത്തിന് 73 വേണം. അങ്ങനെ 2 IUMN മുസ്ലിം ലീഗ് കൗൺസിലർമാർ, ഒരു ബഹുജൻ റിപ്പബ്ലിക്കൻ ഏക്താ മഞ്ചിന്റെ കൗൺസിലർ, ഒരു ലോക് ഭാരതി കൗൺസിലർ, പിന്നെ 10 സ്വതന്ത്രർ. ഇങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടായത് അവിടെ. അപ്പോൾ നിർണായകമായ പങ്കാണ് അവിടെ മുസ്ലിം ലീഗ് വഹിച്ചത് ഈ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിൽ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു സഖ്യമുണ്ടാക്കി. അതിന്റെ പേര് നാഗ്പൂർ വികാസ് അഗാഡി. നാഗ്പൂർ വികാസ് അഗാഡി, NBA മോഡല്. അതെ. അപ്പൊ ശിവസേന ശരിക്ക് പ്രീപോൾ അലയൻസ് ഉണ്ടായിരുന്നു ബി ജെ പി ആയിട്ട്. പക്ഷെ ശിവസേന ഇതിന്റെ കൂടെ ചേർന്നില്ല, പുറത്ത് നിന്ന് പിന്തുണച്ചു. മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ 76 അംഗങ്ങൾ, 73 വേണ്ടടുത്ത് 76 അംഗങ്ങൾ ബി ജെ പി സഖ്യത്തിന് കിട്ടി. 5 കൊല്ലം ഉറച്ച ഭരണം ആയിരുന്നു. 12 BSP അംഗങ്ങൾ ചേരുന്നു വിചാരിച്ചിരുന്നു. അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. അവര് ചേർന്നില്ല. ബി ജെ പിയുടെ കൂടെ ഞങ്ങളില്ല എന്ന് അവരും പറഞ്ഞു. ശിവസേനയ്ക്ക് 6 അംഗങ്ങളായിരുന്നു. 6 അംഗങ്ങൾ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവർ പുറത്തു വന്നു. കോൺഗ്രസിന് 41 അംഗങ്ങളായിരുന്നു, 44 ഇല്ല. അപ്പൊ ബി ജെ പി നേതാവ് അനിൽ സോലെ ആണ് ഇതൊക്കെ അന്ന് ഏകോപിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇതാദ്യമൊന്നും അല്ല, മുമ്പ് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും
മുസ്ലിം ലീഗ് ഞങ്ങളുടെ ചങ്ങാതിമാർ തന്നെയായിരുന്നു, ഓ മുമ്പും ചങ്ങാതിമാരാണ്. അപ്പോൾ ഫട്നാവിസും ഇതിൻ്റെ കൂടെ നിന്നു. 2009 തെരഞ്ഞെടുപ്പിൽ നാഗ്പൂർ സെൻട്രൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2009 നാഗ്പൂർ സെൻട്രൽ, നാഗ്പൂർ വെസ്റ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയെ മുസ്ലിം ലീഗ് പിന്തുണച്ചിരുന്നു. അതാണ് ഞങ്ങൾ നേരത്തെ ചങ്ങാതിമാരാണെന്ന് പറഞ്ഞത്. ഈ രണ്ടും, നാഗ്പൂർ സെൻട്രലും നാഗ്പൂർ വെസ്റ്റും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ നിന്ന് ലീഗിൻ്റെ വോട്ടുകൾ BJP പാരമ്പര്യമായി തന്നെ നേടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഗഡ്കരിയും ഫട്നാവിസും ഒക്കെ അവിടെ ലീഗും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഈ നാഗ്പൂർ മാതൃക എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാന്നാണ് മാഷെ ഞാൻ ചോദിച്ചത്. അത് ന്യായമായ ചോദ്യമാണത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിനെക്കുറിച്ച് വരാവുന്ന ഒരു ആരോപണം ഞാൻ കോൺഗ്രസ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത ഇന്ത്യ ഒക്കെ അല്ലേ BJPയുടെ ലക്ഷ്യം. ഇവിടെ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് മുസ്ലിം ലീഗിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, കോൺഗ്രസ് മുക്ത കേരളയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ചരിത്രപരമായിട്ട് ഇതിനു മുമ്പും ചില ഉദാഹരണങ്ങൾ, മാതൃകകൾ പറയാറുണ്ടല്ലോ. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പുള്ള ഈ പ്രാദേശിക ഗവൺമെന്റുകളിൽ ഹിന്ദു മഹാസഭയും ആൾ ഇന്ത്യ മുസ്ലിം ലീഗും അല്ലേ, ബംഗാളില് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിയായിരുന്നില്ലേ? അതെ അതെ അതെ. അപ്പോൾ ആ മന്ത്രിസഭയുടെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഈ കോലിബി സഖ്യം മാരാർജി തന്നെ അറിഞ്ഞുകൊണ്ടും വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏറെ ആലോചിച്ച് ബോധപൂർവം ഉണ്ടാക്കിയെടുത്തൊരു മുന്നണിയാണെന്ന് പറയുന്നുണ്ട്. സമീപകാലത്ത് നമ്മുടെ TG ഒരു തിസീസ് പോലെ കേസരിയിൽ ഏതാണ്ട് ഇതേ കാലത്താണ് തോന്നുന്നു, 2011-12 കാലത്ത്, ഇപ്പൊ ഈ നാഗ്പൂർ മോഡൽ ഉണ്ടായി എന്ന് പറയുന്ന കാലത്ത് ഒരു തിസീസ് കേസരിയിൽ എഴുതിയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് TGയുമായി ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു ചർച്ച വെച്ച് വീഡിയോ. അപ്പോൾ അന്ന് TG പറഞ്ഞത് കേരളം രക്ഷപ്പെടാൻ, ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്, കേരളം രക്ഷപ്പെടാൻ അന്ന് വലിയ കലാപം നടക്കുന്ന സമയമാണ്, CPM-ഉം BJPയും ഒന്നിക്കണം, അതിൽ പിന്നെ ചേർക്കാവുന്ന മാന്യന്മാരുടെ എന്താണ് പറയുക തറവാടികളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആലോചന ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് ആലോചിക്കാവുന്നൊരു കാര്യം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗ് BJPയെ പിന്തുണക്കുന്നതും പിന്തുണക്കാതിരിക്കുന്നതും ഇപ്പോൾ ഇറ്റ്സ് ഫാക്ടർ ഓഫ് ടൈമാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയാം. സമയത്തിന്റെ പ്രശ്നം മാത്രമാണ് അത്. പ്രത്യേകിച്ച് ഇപ്പോൾ BJP മുസ്ലിം ലീഗിന് ഇവിടെ ഭരണമൊന്നും കിട്ടിയില്ലെങ്കിലും മുസ്ലിം ലീഗിലൊക്കെ ധാരാളം കച്ചവടക്കാരില്ലേ, അവർക്ക് ED, ഇൻകം ടാക്സ് ഇതൊക്കെ പ്രശ്നമല്ലേ? BJPയെ തുടക്കുന്നതല്ലേ കച്ചവടത്തിന് നല്ലത്. അതുണ്ടാവും ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ BJPയെ കുറിച്ച് പൊതുവെ വരാറുള്ള വലിയ ആരോപണം, ഇപ്പോ 10-15 സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാലോ. മാത്രമല്ല അത് വലിയ ഡീലും ആവാം. അപ്പോൾ മുസ്ലിം ലീഗിന്റെ 2 കൗൺസിലർമാർക്ക്, 2 കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് എന്ത് കിട്ടിയെന്നൊന്നും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ചോദിക്കാവുന്ന. അപ്പോൾ അത്തരം ഒരു പാർട്ടിക്ക് ഏത് മുന്നണിയിലും ചേരാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ ഒരു ചെറിയ സഹമന്ത്രി പോലുള്ളൊരു ഓഫർ കൊടുത്താൽ മുസ്ലിം ലീഗിന്റെ MP-മാരെ ഇപ്പോഴും BJPക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിന് അത്രയുള്ള ഈ പറഞ്ഞ ഈ അന്ധമായ ഒരു രാഷ്ട്രീയ വിരോധമോ പ്രത്യയശാസ്ത്രപരമായ വലിയ അസ്ഖ്യതകളോ ഒന്നും മുസ്ലിം ലീഗിന് ഉണ്ടെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ വേണം കരുതാൻ. അതിന് പൂർവ്വകാല ചരിത്രം ഉണ്ട് താൻ. വിഭജനവാദിയായ മുഹമ്മദ് അലി ജിന്ന ഒരു ഭാഗത്ത് പാകിസ്ഥാന് വേണ്ടി വലിയ മുറവിളികൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വീര സവർക്കറാണ് ഈ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അക്കാലത്ത് മുന്നണിയായി മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് അത്രയൊന്നുമുള്ള വിരോധം ഇപ്പോൾ ജനാധിപത്യം അംഗീകരിച്ച കാലത്ത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് നാഗ്പൂർ മോഡൽ ഒരു നല്ല മോഡലാണ്. ആ മോഡൽ പറയാറില്ല ആരും. ബേപ്പൂർ മോഡൽ പറയുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാളും നന്നായി പരിചയപ്പെടുത്തേണ്ട ഒരു മോഡലാണത്. അതെ, കേരളത്തിൽ അത് വേണ്ടത്ര അറിഞ്ഞിട്ടില്ല ആളുകൾ. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരോടെങ്കിലും പറയണം, ഒരു കേരള വികാസ് അഗാഡി നമുക്ക് മുന്നോട്ട് വെക്കാവുന്നത്. കേരള ആയതുകൊണ്ട് അങ്ങാടി എന്നും പറയാം. കറക്റ്റാണ്, അഗാഡി വേണ്ട. നമുക്ക് ഒരു വികസന അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ അകലമൊക്കെ മാഞ്ഞു പോവാണല്ലോ സാർ. അതിരുകളൊക്കെ മാഞ്ഞു പോവല്ലേ. എന്താ തർക്കം? ഇടതും വലതും എങ്ങനെ തിരിച്ചറിയാൻ പോകുന്നത്? അല്ല, അങ്ങനെ ഒരു സഖ്യം ഉണ്ടായാൽ പിന്നെ വളരെ എളുപ്പമല്ലേ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ തീവ്രവാദികളെയൊക്കെ കൈകാര്യം ചെയ്യാൻ? എളുപ്പമാണ്. മാത്രമല്ല അവര് കോൺസ്റ്റിറ്റ്യൂഷനിലായി അങ്ങേയറ്റം സമാധാനവാദികളായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയുമാണ് മുസ്ലിം ലീഗ് ആ അർത്ഥത്തിൽ, കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിലെങ്കിലും. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സമാധാനത്തിന് നല്ലതാണ്, കമ്മ്യൂണലായ ഒരു സൗഹാർദ്ദത്തിന് നല്ലതാണ്, ആലോചനയൊക്കെ നല്ലതാണ് ആലോചന. പക്ഷേ ഈ നാഗ്പൂരിൽ നിന്ന് കേരളത്തിൽ എത്താൻ കുറച്ച് ദൂരം എടുക്കും. അത്രയും ദൂരം ഉണ്ടല്ലോ.
മാത്രമല്ല ഇതിങ്ങനെ വലിയ തോതിൽ വൈകാരികമായി BJP അധികാരത്തിൽ ബേപ്പൂർ മോഡൽ വരുന്നത് BJP കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളപ്പോഴല്ല, 92-ലാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ട്. BJP കേന്ദ്രത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു പുതിയ ഫോബിയ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളീ പറയുന്ന സംഘി ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ന്യൂനപക്ഷത്തിലും സെക്കുലർ പാർട്ടികളിലും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ആലോചന വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇങ്ങനെയും ചില മോഡലുകളുണ്ട്. ഇതുകൂടി ജനങ്ങളോട് അറിഞ്ഞും വേണം രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ എന്നും മുസ്ലിം ലീഗിനോടും കേരളത്തോടും നമുക്ക് പറയേണ്ടതുണ്ട്. അല്ല, ഇത് ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം മറ്റേ കോൺഗ്രസിന് പേടിക്കാൻ തുടങ്ങാം എന്നുള്ളതാണ്. കൂട്ടി പേടിക്കുന്നത് പോലെ ഇങ്ങനെയും ചില സാധ്യതകളുണ്ട്. BJP കേരളത്തിൽ ശക്തിപ്പെടുന്നു, മുസ്ലിം ലീഗും കുറെ കൂടി ശക്തി ആർജിക്കുന്നു. അവർ ഏത് സമയത്തും ഒരു ധാരണയിൽ എത്തിക്കൂടാ എന്നില്ല. അതിന് അവരുടെ മുമ്പിൽ പൂർവ്വ മാതൃകകളുണ്ട് എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ബി കെയർഫുൾ എന്ന് കോൺഗ്രസിനോടും പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.